ട്രോളുകളുടെ നാളുകളാണ്. വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം കംപ്ലീറ്റ് ട്രോളാണ്. ആ ചേട്ടന് വരെ ചിരി വരെ, ചേട്ടന് വരെ മനസ്സിലായി ട്രോൾ എന്ന് പറഞ്ഞപ്പോൾ. എല്ലാവർക്കും മനസ്സിലാവും ട്രോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പണ്ടും ഈ സംഭവിക്കുന്നുണ്ട്, അത് നിരൂപിച്ചങ്ങ് പറയുകയാണ്. അതിന് നിരൂപണം എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ നേരിൽ കണ്ട് വെടിവെക്കുക, അതൊക്കെയാണ് ഈ ട്രോളുകളിലെ കാര്യമൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ഭാവനയ്ക്ക് അനുസൃതമായിട്ട് ഓരോന്നിങ്ങനെ പടച്ചു വിടുകയാണ്. നമ്മള് വിരുന്നുകളൊക്കെ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ, സൽക്കാരങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴൊക്കെ ഈ കംപ്ലീറ്റ് ട്രോളുകളാണ്. ഇല്ലാത്ത കാര്യത്തെ കുറിച്ച് ഇങ്ങനെ നിരൂപിച്ച് പറയുക. അപ്പൊ ഞാൻ ശുശ്രൂഷകരുടെ ദിവസം കൂടിയാണ് ഇന്ന്. ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുന്നവരോട് എന്താണ് സംസാരിക്കുന്നത് ഞാൻ ഈശോയോട് ചോദിക്കും. ഈശോ പറയുന്നതേ ഞാൻ പറയുകയുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഈ വെള്ളിയാഴ്ച കടന്നു വരുന്നവരോട് എന്താണ് ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അത് ഈശോ പറഞ്ഞത് മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്റെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ ഇടുവായിരിക്കും, അല്ലാത്ത വിഷയം ഞാൻ എടുക്കുകയില്ല. അതിനൊരു കാരണമുണ്ട്. എനിക്കറിയാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് വട്ടായിലച്ചന്റെ പ്രസംഗവും ദാനിയേലച്ചന്റെ പ്രസംഗം എല്ലാം അടുക്കളയിൽ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് പോളച്ചൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കത് സൗഖ്യത്തിന് കാരണമാകില്ല. പോളച്ചൻ്റെതായ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിടുതലിന് കാരണമാകില്ല. പോളച്ചൻ്റെതായ എന്തെങ്കിലും ആണ് എന്റെ അറിവോ, എന്റെ അറിവിന്റെ ഏടുകളിൽ നിന്ന്, എന്റെ വായനയിൽ നിന്ന്, എന്റെ അറിവിൽ നിന്നൊക്കെയാണ് ഞാൻ പറയുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടുകയില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടുന്നല്ലാതെ. എന്നാൽ ദൈവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ പറയുന്നെങ്കിൽ അവിടെ സൗഖ്യം ഉണ്ടാകുക, ആ സമയത്ത് അവിടെ വിടുതലുണ്ടാകും, അവിടെ പാപമോചനം ഉണ്ടാകും, അടഞ്ഞ വഴികൾ അവിടെ തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്ന വചനം ഇതാണ്. നെഹെമിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. അതിങ്ങനെയാണ്: അവരുടെ പരിഹാസം അവരുടെ ശിരസ്സുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. അങ്ങനെ ഒരു വചനമാണ്. കഴിഞ്ഞു പോയ നാളുകളിലെല്ലാം നമ്മൾ ധാരാളം ട്രോളുകൾ, സഭയെ കുറിച്ചെല്ലാം വൈദികരെ കുറിച്ചെല്ലാം ട്രോളുകൾ ഇങ്ങനെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും എന്റെ ഹൃദയത്തെ ഇങ്ങനെ വേദനിപ്പിക്കാറുണ്ട്. പല ആളുകൾ ഇങ്ങനെ ട്രോളുകളൊക്കെ ഇറക്കുമ്പോൾ. അപ്പോഴാണ് ഈശോ മുൾമുടി അണിഞ്ഞ് കൈകൾ കെട്ടപ്പെട്ട് നിൽക്കുന്ന കംപ്ലീറ്റ് പരിഹാസ രാജാവായി. ട്രോളിനെ പറയാൻ നമുക്ക് വേണമെങ്കിൽ പരിഹാസമാണ് അത്. ട്രോളുകൾ നന്മ ചെയ്യില്ല പലപ്പോഴും, അത് പരിഹാസമാണ്. പല രീതിയിലുള്ള ഹരാസ്മെന്റ് ആണ്. ഈശോയെ കൈകെട്ടി അവര് കണ്ണുകളൊക്കെ കെട്ടി അടിക്കുന്നുണ്ട്. പറ, നീ അത്ഭുത പ്രവർത്തകനല്ലേ, നീ പറ, ആരാണ് നിന്നെ അടിച്ചത്, ആരാണ് നിന്നെ തുപ്പിയത്? ഇങ്ങനെ ഈശോയെ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. ഈശോയുടെ ശുശ്രൂഷ ഈ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാരിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. നീ പറ, നിന്നെ ആരാണ്, നീ വലിയ അത്ഭുത പ്രവർത്തകനല്ലേ, എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? ദൈവം ശക്തിമാനല്ലേ, നിന്റെ പിതാവ് ശക്തനല്ലേ, പിന്നെ എന്തുകൊണ്ട് ശത്രുവിന്റെ കരങ്ങളിൽ നിന്നെ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു? അപ്പൊ ഇങ്ങനെ പിരിമഴ പോലെ ട്രോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം അല്ലാതെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരെ, ബന്ധുമിത്രാദികളെ, അച്ഛന്മാരെ, വികാരിച്ചിനെയൊക്കെ ട്രോളാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളത് ചിലപ്പോൾ സന്തോഷത്തിന്റെ പേരിലോ ആഹ്ലാദത്തിന്റെ പേരിലൊക്കെ ആയിരിക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് മുറിഞ്ഞ ഹൃദയത്തോടെ ഈ ട്രോളിന്റെ പേരിൽ ചില ജീവിതങ്ങൾ വലിച്ചെറിയപ്പെടുന്നത്, പുറമ്പോക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്, മുറിവേറ്റ ഹൃദയത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം തളർന്നു പോയ ചില ജീവിതങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ ചില ആളുകളെയൊക്കെ കളിയാക്കിയും ഇല്ലാത്തതൊക്കെ പറഞ്ഞു വരുത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ആ നാവ് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്താനും വന്നത്. നമുക്ക് ഈ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ അച്ഛന്റെ തമ്പുരാൻ പരിശുദ്ധാത്മാവ് തരുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതത്തെ കശക്കി എറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ട്രോളുകൾ കൊണ്ട് നമ്മുടെ ആരുടെയും ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് മാപ്പപേക്ഷിക്കണം. ഇതിനെ ഈ പ്രഭാതത്തിൽ തന്നെ പഴയ നിയമത്തിലെ കർത്താവ് ഒരു സംഭവം എന്റെ ചിന്തയിലേക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, പക്ഷെ അതിപ്പോ ഓർമ്മയിൽ കാണില്ല. ചിലപ്പോൾ ചില കേട്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മളത് കാണുക. അതിങ്ങനെയാണ്: എലിയ പ്രവാചകന്റെ ശിഷ്യനാരാണ്? എലിയ പ്രവാചകന്റെ ശക്തനായ ശിഷ്യന്റെ പേരെന്താണ്? ഏലീഷ
ഏലിയായുടെ മരണശേഷം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ 18 ബൈബിളിലെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഏലീശായിലൂടെ ചെയ്ത 18 അത്ഭുതങ്ങളെ ബൈബിളിൽ രേഖപ്പെടുത്തിയില്ല. പക്ഷേ ഏലീശ വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് ഏലിയായുടെ മരണശേഷം ഏലിയ ആഗ്നേയ രഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനുശേഷം അവിടെ ചുറ്റുകൂടിയിരുന്ന പ്രവാചകന്മാരെല്ലാം തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ഏലിയ പോയെങ്കിൽ എന്ത്, ഏലിയായേക്കാൾ ശക്തി ഏലീശായിലുണ്ട് എന്ന് ആ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അങ്ങനെ മല്ലന്മാരായ 50 പേര് വന്ന് ഏലീശായോട് പറയുന്നുണ്ട്, നിന്റെ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് കാറ്റിൽ എടുത്തുകൊണ്ട് ഏതെങ്കിലും മലയിൽ അങ്ങനെ ഇട്ട് കാണും, ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഏലീശ പറഞ്ഞു, എന്നാ പിന്നെ പോയി നിങ്ങൾ അന്വേഷിക്കേ. 3 ദിവസം അന്വേഷിച്ചിട്ട് കാണാതെ അവര് തിരിച്ചു വന്നു. അങ്ങനെ ഏലിയ ജെറീക്കോയിൽ നിന്ന് ബഥേലിലേക്ക്, ജെറീക്കോയിലൊക്കെ പോയി ഏലീശ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. രോഗശാന്തികള്, വിടുതല്, ഡെലിവറൻസ് ഒക്കെ ദൈവനാമത്തില്, ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഏലീശ പ്രവാചകനിലൂടെ ആ ദേശത്ത് ധാരാളം അത്ഭുതങ്ങള് ആ ദേശത്തൊക്കെ നടന്നു. അങ്ങനെ ഏലീശ ജെറീക്കോയിൽ നിന്ന് ബഥേലിലേക്ക് തിരിച്ചു വരികയാണ്. മടക്കയാത്രയാണ്. അങ്ങനെ മടങ്ങി ബഥേലിലേക്ക് എത്തിയപ്പോൾ 42 പയ്യന്മാര്, ബോയ്സ്, 42 പയ്യന്മാര് എന്തിനും ഏതിനെയും വിമർശിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ, എന്തിനേയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രായമുണ്ടല്ലോ, ഏത് കാര്യത്തെയും വിമർശിക്കുന്ന ഒരു പ്രായമുണ്ടല്ലോ. അങ്ങനെയുള്ള 42 ചെറുപ്പക്കാരെ അവര് ഈ ഏലീശായുടെ വട്ടം കൂടി. ഏലീശയ്ക്ക് നല്ല കഷണ്ടിയായിരുന്നേ, ഉദയസൂര്യൻ പോലത്തെ തലയാ ഏലീശായുടെ. അവര് പറഞ്ഞു, കഷണ്ടി തലയും വരുന്നു, ഓടിക്കോ. ഇങ്ങനെ തന്നെ ബൈബിളിലുണ്ട്, കഷണ്ടി തലയും വരുന്നു, ഓടിക്കോടാന്ന് പറഞ്ഞ് ഏലീശായുടെ ചുറ്റും ഓടി നടന്ന് കൂക്കി വിളിച്ച് ഏലീശ ഇങ്ങനെ കളിയാക്കുകയാണ്. കുറെ നേരം ഏലീശ ക്ഷമിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലീശയ്ക്ക് ദേഷ്യം വന്നു. ഈ പിള്ളേര് ഇങ്ങനെ അസഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷണ്ടി തല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഏലീശ ദൈവനാമത്തിൽ ഈ 42 ബോയ്സിനെയും അങ്ങ് ശപിച്ചു. ആ സമയത്ത് തിരിഞ്ഞു നിന്ന്, മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഏലീശയാണ്, തിരിഞ്ഞു നിന്ന് ഈ 42 പയ്യന്മാരെ അങ്ങ് ശപിച്ചു. എന്താ സംഭവിച്ചറിയാവോ? കാട്ടിൽ നിന്ന് 2 പെൺകരടികൾ ഇറങ്ങി വന്നു. ആ ശപിച്ച സമയത്ത് തന്നെ 2 പെൺകരടികൾ, ആണിനേക്കാൾ ശൗര്യം അറിയാലോ, ആർക്കാണ് അറിയാലോ, ആ പെൺകരടികൾ ഇങ്ങനെ ശൗര്യത്തോടെ ഇങ്ങനെ ഇറങ്ങി വന്ന് 42 ബോയ്സിനെ കടിച്ച് കീറി. ഇച്ചിരി ക്രൂരമായി പോയില്ലേ? അത്രയ്ക്ക് അങ്ങ് വേണ്ടായിരുന്നു. പിള്ളേരല്ലേ, കളിയാക്കിയതിന്റെ പേരിൽ അത്രയ്ക്ക് അങ്ങ് വേണമായിരുന്നു, അത്രയ്ക്ക് അങ്ങോട്ട് ശപിക്കണമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതാ കളിയാക്കിയതിന്റെ പേരിൽ 42 പേരെ അവിടുന്ന് വലിച്ചു കീറിയതല്ല. ഇതൊരു ഉദാഹരണമാണ്. നിന്റെ പ്രിയപ്പെട്ടവനെ, സഹോദരനെ, അവന്റെ ദുരഭിമാനത്തെ നീ കടിച്ചു കീറുകയാണെങ്കിൽ നിന്റെ പിന്നിൽ ഇതാ കരങ്ങൾ, നിന്നെ സംഹരിക്കാനുള്ള കരങ്ങൾ പതിയിരിപ്പുണ്ട്. ഇതൊരു ഉദാഹരണമാണ്. 42 ബോയ്സിനെ മറ്റുള്ളവരെ കളിയാക്കുന്നവർക്കുള്ളൊരു പാഠമായിട്ട് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, ഇവിടെ വന്ന അമ്മച്ചിമാരുടെ കണ്ണുനീര് കൊണ്ട് ഈ അതിരുമാവ് മല പ്രളയമായി തീരാൻ സാധ്യതയുണ്ട്. ആദ്യം കൊണ്ടുപോകുന്നത് എന്നറിയാവോ? ഞങ്ങൾ 2 കാലയിൽ നിൽക്കാൻ നായി, അമ്മച്ചി വാ കാണും, അതൊക്കെയാണ്. അപ്പൊ ഒരു ജിജ്ഞാസയും കാര്യങ്ങൾ. രണ്ടാമത് കൊണ്ടുപോയി എന്നറിയാം, ഹോം നേഴ്സിനൊക്കെ ഭയങ്കര കാശിലപ്പോൾ അവിടെ. അപ്പൊ ഈ ഹോം നേഴ്സിന് പകരമായിട്ടാണ് അമ്മായിമ്മമാരെയോ അമ്മമാരെയോ ഒക്കെ കൊണ്ടുപോകുന്നതിനാണ്. സ്നേഹവും ഉണ്ടാവും, പേടിക്കേണ്ട, ക്യാമറയൊന്നും വെക്കണ്ടല്ലോ. കുഞ്ഞുങ്ങളെ നന്നായിട്ട് സ്നേഹവും ഒക്കെ കൊടുത്തൊക്കെ അങ്ങ് വളർത്തിക്കോളും. പിന്നെ പിന്നെ ബാധ്യതയാവും, ഭാരമാകും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ കൊണ്ടൊക്കെ നമ്മൾ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വൈദികരെ, സമർപ്പിതരെ, ദൈവശുശ്രൂഷകരെ, മൂത്തവരെയൊക്കെ നമ്മൾ അപമാനിക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഇതുപോലെ പെൺകരടികളൊന്നും കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നില്ല എന്ന് വരും. പക്ഷേ നമ്മളെ കീറി മുറിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. നിങ്ങൾ
നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ആരുടെയും ജീവിതത്തെ നിങ്ങൾ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്. എഫെസോസ് ലേഖനം 4:29-32 വചനം, നിങ്ങൾ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന അത്തരത്തിലുള്ള വാക്കുകൾ വേണം സംസാരിക്കാനായിട്ട്. നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് അങ്ങ് മുറിപ്പെടുത്തി കളയും. ചിലപ്പോൾ പരിശീലനത്തിന്റെ ഭാഗമാകും, ചിലപ്പോൾ ഫോർമേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വളർത്തലിന്റെ ഭാഗമായിട്ട് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു നാവ് നമുക്കുണ്ടാകാതിരിക്കട്ടെ. നെഹെമിയ പ്രവാചകന്റെ വചനം 4-ാമത്തെ തിരുവചനം, അവരുടെ പരിഹാസം അവരുടെ ശിരസ്സുകളിൽ തന്നെ പതിക്കാൻ ഇടയാക്കണമേ. നമ്മളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ നമ്മളും ഒരു നാൾ ആ പരിഹാസത്തിന് ഇടയായി തീരും. നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അനുഗ്രഹം തിരിച്ചു വരും. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, രണ്ട് കരങ്ങളെ യാചനത്തെ തുറന്നു പിടിക്കാം. ഇനി ഈ ദൈവാനുഭവ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വഴി നമ്മൾ ആരെങ്കിലും കളിയാക്കുകയോ ട്രോളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാസ രാജാവായ ഈശോയുടെ മുഖം നമ്മൾ മറന്നു പോകരുത്. അവരുടെ മാലാഖമാര് നിരന്തരം ദൈവസന്നിധിയിൽ അവിടെ തിരുമുഖം, ഈശോയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ, ബലഹീന ശാരീരികമായ വൈകല്യങ്ങൾ, സാമ്പത്തികമായ കുറവുകൾ, എന്തിന്റെയൊക്കെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, കഴിവുകളുടെ പേരിൽ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ വെള്ളിയാഴ്ച ദൈവത്തിരുസന്നിധിയിൽ മാപ്പപേക്ഷിക്കാം. നമുക്ക് അതുപോലെ നമ്മുടെ ചില തകർച്ചകളിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കുക. എല്ലാവരും ഒന്ന് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന മനഃപൂർവ്വം അല്ലാതെയൊക്കെ നമ്മൾ ആരെങ്കിലൊക്കെ കുറ്റപ്പെടുത്തിയ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കാൻ തയ്യാറാവട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.